രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തസ്മൈംസ്തു പുരുഷവ്യാഘ്രേ നിഷ്ക്രാമതി കൃതാഞ്ജലൗ. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നിട്ട് കാനനത്തിലേക്ക് പോകാൻ വേണ്ടി അമ്മയുടെ ഭവനത്തിലേക്ക് പോകുന്ന അവസരത്തില് ആർത്തശബ്ദോ മഹാൻ ജജ്ഞേ സ്ത്രീണാം അന്തഃപുരേ തഥാ. ആ അന്തഃപുരത്തിനുള്ളില്, കൈകയുടെ ആ കൊട്ടാരത്തിനുള്ളില് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാവരും ഉറക്കെ വാവിട്ട് കരയാനായി തുടങ്ങി. ആ ശബ്ദം ആ പ്രദേശം മുഴുവൻ മുഴങ്ങിക്കേട്ടു. എന്തുകൊണ്ട് അവരെല്ലാവരും കരഞ്ഞു? അവർക്കെല്ലാവർക്കും രാമനെ അത്രയേറെ ഇഷ്ടമായിരുന്നു, രാമനോട് അത്രയേറെ ആദരവായിരുന്നു. അവരെല്ലാവരും രാമനെ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മന്ധരയുടെയും കൈകേയിയുടെയും കുതന്ത്രം മൂലം അവരുടെ ആഗ്രഹമെല്ലാം നഷ്ടപ്രായമായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് രാമനെ അവർ യുവരാജാവാകാൻ ആഗ്രഹിച്ചു? രാമൻ അവരോടെല്ലാം അങ്ങനെയാണ് നാളിതുവരെ പെരുമാറിയിട്ടുള്ളത്. കൗസല്യായാം യഥായുക്തോ ജനന്യാം വർത്തതേ സദാ തഥൈവ വർത്തതേ സ്മാസു ജന്മ പ്രഭൃതിരാഘവ. അവര് അതുവരെയുള്ളതായ അവരുടെ അനുഭവങ്ങൾ ഓരോരുത്തർ പറയാണ്. ആ ദുഃഖത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കൗസല്യയോട് എത്ര കണ്ട് ഭക്തിയോടും സ്നേഹത്തോടും കൂടിയിട്ടാണോ പെരുമാറിയിരുന്നത്, അതേ പ്രകാരത്തിലാണ് കുഞ്ഞായിരിക്കുന്ന നാള് മുതല് ഇന്നേ വരെ രാമൻ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അവർ പരിജനങ്ങളാണ്, ദാസിമാരാണ്, ആ കൊട്ടാരത്തിലെ ജോലിക്കാരാണ് എന്നുള്ളതായ വിചാരമൊന്നും രാമനില്ല. അവരെയെല്ലാം കൗസല്യയെ പോലെ അമ്മയുടെ സ്ഥാനത്താണ് രാമൻ കണ്ടിരുന്നത്. അത്രയേറെ ആദരവ് അവർക്ക് രാമൻ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് അത്രയേറെ വാത്സല്യം രാമനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുപോയത്. ആ രാമനോട് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാല് ക്രോധിച്ച് സംസാരിച്ചാലോ രാമൻ ഒരിക്കലും കോപിക്കില്ല. ഈ പ്രപഞ്ചത്തിൽ ആര് രാമനോട് കോപിച്ചാലും രാമൻ കോപിക്കില്ല. രാമനെ ഏതെങ്കിലും പ്രകാരത്തിൽ ഉപദ്രവിച്ചാലോ അപമാനിച്ചാലോ അനിഷ്ടമായി രാമനോട് പെരുമാറിയാലോ രാമൻ അതിനൊന്നിനും ക്രോധപൂർവകമായോ അനിഷ്ടമായോ പ്രതികരിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, രാമന് ക്രോധം വരാൻ പാകത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും രാമൻ അത് കണ്ടതായി പോലും നടിക്കാറില്ല. അങ്ങനെ ആരോടും കോപിക്കാത്ത, എല്ലാവരോടും ഏതവസരത്തിലും അനിഷ്ടം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പോലും സ്നേഹത്തോടെ പെരുമാറുന്ന രാമൻ, ആ രാമൻ ഈ നാട് വിട്ടുപോകുന്നത് ഈ നാടിന് ഏറ്റവും വലിയ ആപത്താണ്. അബുദ്ധർ ബദനോ രാജ ജീവലോകം ചരത്യയം. നമ്മുടെ ഈ രാജാവ് ജ്ഞാനിയാണെന്നാണ് നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവവും വിചാരവും. പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധി തെല്ലുമില്ല. ഈ ലോകത്തിൽ ആരാണ് രാമനെ പോലൊരു പുത്രനെ കിരീടം നിഷേധിച്ച കാട്ടിലേക്ക് പറഞ്ഞയക്കുക? അദ്ദേഹം ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശിയെയും ദുഃഖത്തിലേക്ക്, ആപത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആർത്തശബ്ദം, കരച്ചിലിന്റെ ശബ്ദം അന്തഃപുരത്തില് മുഴങ്ങുന്നത് രാജാവ് കേട്ടു, ദശരഥൻ കേട്ടു. ദശരഥൻ അതുകൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കൂടുതൽ തളർന്ന് വിവശനായി തീർന്നു. മഹാരാജാവിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ.
അസുരന്മാരെ എല്ലാം ജയിച്ച മഹാരാജാവ് ഇപ്പോഴിതാ ഈ അവസ്ഥയിൽ പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ അവിടെ കരച്ചിലിന്റെ ബഹളം നടക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ജഗാമ സഹിതോ ഭ്രാത്ര മാതുരന്തപുരം വശി. തന്റെ മനസ്സിനെയും തന്റെ അന്തരിന്ദ്രിയങ്ങളെയും എല്ലാം തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ തന്റെ അനുജനോടൊപ്പം അമ്മ പാർക്കുന്ന, കൗസല്യ പാർക്കുന്ന ആ അന്തപുരത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ബന്ധുജനങ്ങൾ എല്ലാവരുമുണ്ട്. അവിടെ സുമിത്രയുണ്ട്, അതേപോലെ തന്നെ മറ്റനേകം അഭ്യുദയകാംക്ഷികളുണ്ട്. കൗസല്യ എന്ത് ചെയ്യുന്നു? കൗസല്യാഭി തഥാദേവി രാത്രിം സ്ഥിത്വാ സമാഹിത. ആ രാത്രി മുഴുവൻ കൗസല്യ ഉറക്കമുളച്ചിരിക്കുകയാണ്. എങ്ങനെ? മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട്, ആ മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളില് അവിടെ നിന്ന് ഇളകാതെ ഏകാഗ്രമാക്കി സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം തന്നെ ജപിച്ചുകൊണ്ട് തപപരായണയായിട്ട് കൗസല്യ അവിടെ ആ രാത്രി മുഴുവൻ കഴിയുകയായിരുന്നു. എന്നിട്ട് ഇതാ പുലരി ആകാറായി. പ്രഭാതേച്ച അകരോത്പൂജാം വിഷ്ണോഹോ പുത്രഹിതൈഷിണി. തന്റെ പുത്രന് എല്ലാ ശ്രേയസ്സും ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവളായ കൗസല്യ മഹാവിഷ്ണുവിന്റെ പാദങ്ങളെ സങ്കല്പിച്ച് മഹാവിഷ്ണുവിന്റെ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് മഹാവിഷ്ണുവിനെ പൂജിക്കുകയായിരുന്നു. കൗസല്യ വിഷ്ണു പൂജ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. രാമൻ ചെന്നു, അമ്മയുടെ സമീപത്ത് നിന്നു. കൗസല്യ രാമനെ കണ്ടു. സാ ചിരസ്യ ആത്മജം ദൃഷ്ട്വ മാതൃനന്ദനമാഗതം. ആ അമ്മ രാമനെ കണ്ടു, അമ്മയെ സന്തോഷിപ്പിക്കുന്നവനായ പുത്രനെ കണ്ടു. ഏറെ നേരത്തിന് ശേഷം രാമൻ തലേ ദിവസം രാത്രിയിലെ അവിടെ വന്നതാണ്. അച്ഛൻ തന്നെ അടുത്ത പുലരിയില് അഭിഷേകം കഴിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വൃത്താന്തം അമ്മയെ അറിയിക്കാൻ വേണ്ടി. ഇപ്പോഴിതാ നേരം പുലരാറായി. അടുത്ത പുലരി ഇതാ അടുത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഏതാനും മണിക്കൂറുകളെ കഴിഞ്ഞിട്ടുള്ളൂ. രാമൻ അവിടെ നിന്നിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഈ സന്തോഷ വൃത്താന്തം അറിയിച്ചതിന് ശേഷം ഇപ്പോഴിതാ നേരം പുലരുന്നതിന് മുമ്പേ രാമൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആ ഏതാനും മണിക്കൂറുകൾ പോലും ഏറെ സമയമായിട്ടാണ് കൗസല്യക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഏറെ നേരത്തിന് ശേഷം കാണുന്ന ആ പുത്രന്റെ സമീപത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടിയിട്ട് അഭിചക്രാമ സംഹൃഷ്ട, വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് കൗസല്യ ഓടി ചെല്ലുകയാണ്. കിശോരം ബടവായഥ. എങ്ങനെയാണോ ഒരു പെൺകുതിര തന്റെ സന്താനത്തെ ദൂരെ കാണുമ്പോഴേക്കും വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അതിന്റെ സമീപത്തേക്ക് ഓടിയെത്തുന്നത്, അതേ പ്രകാരത്തില് കൗസല്യ രാമന്റെ സമീപത്തേക്ക് ഓടിയെത്തി. ശ്രീരാമചന്ദ്രൻ അമ്മയെ കണ്ടു, അമ്മയെ വന്ദിച്ചു. ആ അമ്മയാകട്ടെ, കൗസല്യാകട്ടെ രാമനെ ആലിംഗനം ചെയ്ത് രാമന്റെ മൂർധാവിൽ മുകർന്ന് രാമനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. കൈകേയിയുടെ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ആ അമ്മ അറിഞ്ഞില്ലല്ലോ. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും രാമൻ കിരീടം ധരിക്കാൻ പോകുന്നു എന്നുള്ള പൂർണ്ണമായ ഉറപ്പോട് കൂടിയിട്ടാണല്ലോ ആ അമ്മ ഈശ്വര പൂജയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ അമ്മ പറഞ്ഞു, വൃദ്ധാനാം ധർമ്മശീലാനാം രാജർഷീണാം മഹാത്മനാം. അല്ലയോ ശ്രീരാമചന്ദ്ര, തന്റെ ശ്രീരാമചന്ദ്രന്റെ പിതാവിനെ കുറിച്ച് കൗസല്യ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ധർമ്മശീലന്മാരായിരിക്കുന്ന രാജർഷിമാരുടെ കൂട്ടത്തിൽ സൂര്യവംശം ധർമ്മശീലന്മാരായ രാജർഷിമാരുടെ പരമ്പരയാണ്, മഹാത്മാക്കളായ രാജർഷിമാരുടെ പരമ്പരയാണ്. അങ്ങനെയുള്ളതായ ആ വംശ പരമ്പരയില് സത്യപ്രതിജ്ഞം വിതരം രാജാനം പശ്യരാഘവ. അല്ലയോ രാമ, നിന്റെ അച്ഛനെ, സത്യപ്രതിജ്ഞനായ അച്ഛനെ
നീ കണ്ടാലും ആ രാജർഷിമാരുടെ പരമ്പരയ്ക്ക് ചേർന്നതായ സ്വഭാവത്തോടുകൂടിയ ധർമ്മനിഷ്ഠയോടുകൂടിയ നിന്റെ അച്ഛനെ നീ സന്തോഷത്തോടുകൂടി കണ്ടാലും കൗസല്യ രാമനോട് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ അവിടെ അലങ്കൃതമായ പീഠത്തിൽ ഇരിക്കാൻ പറയാണ്. എന്തുകൊണ്ടാ മഹാരാജാവിന് സത്യപ്രതിജ്ഞനെന്നെല്ലാം കൗസല്യ പറഞ്ഞത് പറയാൻ കാരണമുണ്ട്. ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതാണതിന് കാരണം. അദ്ദേഹത്തിന്റെ മനസ്സില് ഒരു പ്രകാരത്തിലുമുള്ള ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. ധർമ്മത്തിൽ നിന്നിട്ട് അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തിൽ നിന്നിട്ട് അദ്ദേഹം വ്യതിചലിച്ചില്ല. അങ്ങനെയുള്ള ആ മഹാരാജാവിനെ സന്തോഷത്തോടുകൂടി നീ കണ്ടാലും എന്ന് പറഞ്ഞ് ആ മഹാരാജാവിനെ പ്രശംസിച്ചുകൊണ്ടാണ് രാമനോട് അവിടെയുള്ള അലങ്കൃതമായ രാജകീയമായ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കൗസല്യ ആവശ്യപ്പെടുന്നത്. ആ അവസരത്തില് രാമൻ ആ പീഠത്തെ വന്ദിച്ചു.